ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഗായത്രി വില്ലയാണ്. തിരുമേനി വിശാലിനോടും പാറുവിനോടും പറയുകയാണ്, എന്താണെങ്കിലും ഈ മാസം ഇനി മുഹൂർത്തമൊന്നുമില്ല, അടുത്ത മാസം നല്ല 2 മുഹൂർത്തങ്ങളുണ്ട്, ഞാൻ നിങ്ങൾക്ക് കുറിച്ചു തരാമെന്ന് പറഞ്ഞ് തിരുമേനി മുഹൂർത്തം കുറിച്ച് കൊടുക്കുകയാണ്. ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, തിരുമേനി ഞങ്ങളുടെ ഒരു പുതിയ ഫ്ലാറ്റിൻ്റെ ഉദ്ഘാടനം വരാൻ പോവുകയാണ്. വിശാലായിരുന്നു അതിൻ്റെ ഉദ്ഘാടനം നടത്തേണ്ടത്. പക്ഷേ വിശാലിന് പരിക്ക് പറ്റിയതുകൊണ്ട് പാർവതിയെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നാണ് കരുതുന്നത്. അതിന് വല്ല കുഴപ്പമുണ്ടോ എന്ന് നോക്കി പറയാൻ പറയുമ്പോൾ തിരുമേനി പറയുകയാണ്, ഗായത്രിയമ്മയെ പോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള കുട്ടിയായത്, തൊടുന്നതെല്ലാം പൊന്നകത്തേയുള്ളൂ, അതുകൊണ്ട് തന്നെ നല്ലതായിരിക്കും. ഇത് കേൾക്കുന്ന പ്രഭാവതിയും പ്രതാപനും ദേഷ്യത്തോടെ നിൽക്കുകയാണ്. വേറെ എന്തെങ്കിലും അറിയാനുണ്ടോ എന്ന് തിരുമേനി ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്നും തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാൻ പ്രതാപനോട് പറയുകയും ചെയ്യുന്നു. അങ്ങനെ തിരുമേനി അവിടെ നിന്ന് പോയതിനു ശേഷം ജാസ്മിൻ ദേഷ്യത്തോടെ പ്രഭാവതിയുടെ മുറിയിലേക്ക് ചെല്ലുകയാണ്. എന്താ ജാസ്മിൻ, എന്താ കാര്യമെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ആൻറ്റിയുടെ ഉദ്ദേശം എന്താണെന്ന് ജാസ്മിൻ ചോദിക്കുന്നു. വിശാലുമായിട്ട് വിവാഹം നടത്തി തരാമെന്ന് പറഞ്ഞ് എന്നെ മോഹിപ്പിക്കാൻ തുടങ്ങിയിട്ടേ മാസങ്ങളേറെയായി. ആൻറ്റി എന്താ എന്നെ കൊണ്ട് വിഡ്ഢിവേഷം കെട്ടിക്കുകയാണോ? എൻ്റെ ജാസ്മിനെ, നീ നിരാശപ്പെടാതെ. നിൻ്റെയും വിശാലിൻ്റെയും വിവാഹം നടക്കില്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ വിവാഹം നടക്കും, ഞാൻ നടത്തിത്തരും. എന്നാലേ എനിക്കതിൽ വിശ്വാസം പോരാ. ഇത്രയും നാളും എനിക്ക് ആ പ്രതീക്ഷയുണ്ടായിരുന്നു. ഇപ്പോഴേ അത് പൂർണ്ണമായും അസ്തമിച്ചു. ആൻറ്റി എന്നോടിങ്ങനെ കൊലച്ചത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്നോട് പറഞ്ഞ വാക്കിന് ഒരല്പമെങ്കിലും വിലയുണ്ടായിരുന്നെങ്കിലേ ആൻറ്റി ഇപ്പോൾ ആ തിരുമേനിയെ വിളിച്ച് അവരുടെ ആദ്യരാത്രിക്ക് മുഹൂർത്തം കുറിപ്പിക്കില്ലായിരുന്നു. കൂടാതെ ആ പ്ലാനിൻ്റെ ഉദ്ഘാടനം പാർവതിയെ കൊണ്ട് നടത്തത്തുമില്ലായിരുന്നു. ഇവിടെ പാഴായത് എൻ്റെ ജീവിതം മാത്രമാണെന്ന് ജാസ്മിൻ പറയുമ്പോൾ പ്രഭാവതി പറയുകയാണ്, എൻ്റെ മോളെ, നിനക്കെൻ്റെ പ്ലാനുകളെക്കുറിച്ച് അറിയാത്തതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത്. പാർവതിയോട് ഞാനിപ്പോൾ കാണിക്കുന്ന സ്നേഹമൊക്കെ കപടമാണ് ജാസ്മിൻ. പ്രഭാവതി പാർവതിക്കൊപ്പമാണെന്ന് അവൾക്ക് തോന്നണം. ഞാൻ അവളുടെ ശത്രുവാണെന്ന് അവൾക്കൊരിക്കലും സംശയം പോലും തോന്നരുത്. എനിക്ക് അവസരം കിട്ടുമ്പോൾ ഞാൻ അവളെ തകർത്തിരിക്കും. അതിൻ്റെ ആദ്യത്തെ പണിയെ പ്ലാന്റിൻ്റെ ഉദ്ഘാടനത്തിനെന്ന് ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. പ്ലാന്റിൻ്റെ ഉദ്ഘാടനവും പാർവതിയുടെ ചാവും ഒരുമിച്ച് നടക്കും ജാസ്മിൻ. അത്രയും പറഞ്ഞ് ദേഷ്യത്തോടെ വിരൽ ഞൊടിക്കുകയാണ് പ്രഭാവതി. ഇതൊക്കെ കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ജാസ്മിൻ. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയും പാർവിനെയുമാണ്. പ്ലാന്റിൻ്റെ ഉദ്ഘാടനത്തിന് സാറില്ലാതെ ഞാൻ എങ്ങനെയാണ് പോകുന്നത്? അതിനെന്താടോ, ഇവിടുന്ന് ബാക്കി എല്ലാവരും വരുന്നില്ലേ? എന്നാലും സാറില്ലാതെ ഞാൻ എങ്ങനെയാണ് പോവുക? എൻ്റെ അമ്മയ്ക്ക് പകരമാകാൻ തന്നെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് താൻ വേണം ഇതിന് മേൽനോട്ടം വഹിക്കാൻ. എൻ്റെ കാല് ഭേദമാകുമ്പോൾ ഞാനും വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് പോകാം. അതേസമയം മാനേജർ അങ്ങോട്ടേക്ക് വരികയാണ്. സാർ, മേഡത്തിൻ്റെ പ്ലാൻ വർക്കൗട്ടായെന്നാണ് തോന്നുന്നത്. ഇത് നമ്മുടെ സിറ്റിയിലെ ബ്രാഞ്ചിലെ ഈ മന്തിലെ റിട്ടേൺ ആണ്. 20 lakhs ഉണ്ട്. മേഡം പറഞ്ഞതുപോലെ തന്നെ 2 മാസത്തിനുള്ളിൽ എല്ലാ കടവും വീടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് കേൾക്കുന്ന വിശാലിനും പാറുവിനും സന്തോഷമാവുകയാണ്. എന്നാൽ നിങ്ങൾ സംസാരിച്ചിരിക്കുക, ഞാൻ പോയി ചായ കൊണ്ടുവരാമെന്ന് പാറു പറയുമ്പോൾ മാനേജർ പറയുകയാണ്, അത് വേണ്ട മേഡം, ഓഫീസിൽ അല്പം തിരക്കുണ്ട്. സാറിൻ്റെ കാലിന് സുഖമില്ലെന്നറിഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ പണവുമായിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അത്രയും പറഞ്ഞ് ആ പണവും നൽകി അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അതേസമയം ഇതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. പാർവതി, ഈ ക്യാഷ് നിന്റെ മുറി കൊണ്ടുവയ്ക്കാൻ വിശാൽ പറയുമ്പോൾ പാറു ചോദിക്കുകയാണ്, അതെന്തിനാ? സാറിൻ്റെ മുറി വെച്ചാൽ പോരെ? നിന്റെ മുറി തന്നെ വെച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിശാൽ പാറുവിന് പെട്ടി കൊടുത്തു വിടുമ്പോൾ പാറു അതുമായി മുറിയിലേക്ക് പോവുകയാണ്. അതേസമയം ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുന്ന പ്രഭാവതി പ്രതാപനോട് പറയുകയാണ്, പ്രതാപ, എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്താ ചേച്ചിയെന്ന് പ്രതാപൻ ചോദിക്കുമ്പോൾ പ്രതാപൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പാറു തൻ്റെ മുറിയിൽ ചെന്ന് ഡ്രോ തുറന്ന് ആ പെട്ടി അതിൻ്റെ ഉള്ളിലേക്ക് വെക്കുകയാണ്. അതേസമയം ഇതെല്ലാം മറഞ്ഞു നിന്ന് നോക്കുകയാണ് പ്രതാപൻ. അങ്ങനെ പാറു അവിടെ നിന്ന് പോയതിനു ശേഷം പ്രതാപൻ മുറിയിലേക്ക് ചെന്ന് ആ പെട്ടിയും എടുത്തുകൊണ്ട് പ്രഭാവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. തുടർന്ന് പ്രതാപൻ ആ പെട്ടി കൊണ്ട് പ്രഭാവതിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ പ്രഭാവതി പറയുകയാണ്, ഈ പണം മോഷ്ടിച്ചത് നീയല്ല പ്രതാപ, പല്ലവിയാണ്. നമുക്കങ്ങനെ വരുത്തി തീർക്കണം. പണം കാണാതെയാകുമ്പോൾ ഇവിടെ എല്ലാവരും അത് അന്വേഷിക്കും. അപ്പോൾ പല്ലവിയുടെ കസ്റ്റഡിയിൽ നിന്നും പണം കിട്ടുകയും ചെയ്യും. പിന്നെ എല്ലാവരുടെയും കുത്തുവാക്കുകൾ കേട്ട് സഹിക്കാനാകാതെ പല്ലവി വീട് വിട്ട് ഇറങ്ങിപ്പോകും. അല്ലെങ്കിലേ പാർവതി അവളെ ഇവിടെ നിന്ന് അടിച്ചിറക്കി വിട്ടോളും. അതോടെ നമ്മുടെ പണി പൂർത്തിയാകും. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പല്ലവിയുടെ മുറിയിലേക്ക് ചെന്ന് പല്ലവിയെ വിളിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. എന്താ അമ്മേ കാര്യമെന്ന് പല്ലവി ചോദിക്കുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞ് പ്രഭാവതി പല്ലവിയെ മുറിയുടെ പുറത്തേക്ക് ഇറക്കുന്നു. അതേസമയം ആരുമില്ലെന്ന് ഉറപ്പാക്കിയതിനു ശേഷം പ്രതാപൻ ആ പണം കൊണ്ട് പല്ലവിയുടെ മുറിയിൽ വയ്ക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പല്ലവിയെ മുറിയിലേക്ക് വിളിച്ചു കൊണ്ടുപോയി ഒരു പുതിയ വസ്ത്രം കൊടുക്കുന്നതാണ്. എനിക്ക് വേണ്ടെന്ന് പല്ലവി പറയുമ്പോൾ ഞാൻ തന്നതാന്ന് പറഞ്ഞാൽ നിന്റെ ചേച്ചി ഒന്നും പറയില്ലെന്ന് പറഞ്ഞ് പല്ലവിക്ക് നിർബന്ധപൂർവ്വം അത് നൽകുകയാണ് പ്രഭാവതി.
അതേസമയം പ്രതാപൻ അങ്ങോട്ടേക്ക് വരുമ്പോൾ പല്ലവിയോട് പ്രഭാവതി പറയുകയാണ്, മോള് റൂമിൽ പോയി ഈ ഡ്രസ്സൊക്കെ ഇട്ട് നോക്ക്. അങ്ങനെ പല്ലവി അവിടെ നിന്ന് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ് പ്രഭാവതിയും പ്രതാപനും. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശേഖരമേനോനെയാണ്. ഇന്നെന്താണെങ്കിലും പ്രഭാവതിയെ ഞാൻ കൊന്നിരിക്കും. അത്രയും പറഞ്ഞ് തൻ്റെ ബാഗിൽ നിന്നും ഒരു താക്കോൽ എടുക്കുകയാണ് ശേഖരൻ. ഇത് നിന്റെ മുറിയുടെ താക്കോല പ്രഭാവതി. കള്ളത്താക്കോൽ ഉണ്ടാക്കാൻ ഞാൻ കുറച്ച് പാടുപെട്ടു. പക്ഷേ ഈ വേഷത്തിൽ ചെന്ന് അവളെ കൊല്ലാൻ പാടില്ല. അത്രയും പറഞ്ഞ് തൻ്റെ താടിയും മുടിയും മീശയുമൊക്കെ അവിടെ ഊരി വയ്ക്കുകയാണ് ശേഖരൻ. പിന്നീട് കാണിക്കുന്നത് വിശാലിനെയാണ്. തൻ്റെ ആദ്യരാത്രി മുടങ്ങിപ്പോയതിനെ കുറിച്ചൊക്കെ ആലോചിച്ച് വിഷമത്തോടെ നിൽക്കുകയാണ് വിശാൽ. അതേസമയം പാലും കൊണ്ട് പാറു അങ്ങോട്ടേക്ക് വരികയാണ്. ആദ്യരാത്രി നീ പാലും കൊണ്ട് വരുന്നതെല്ലാം സങ്കല്പിച്ചിരുന്നവനാ ഞാൻ. എന്നിട്ടിപ്പോൾ എന്തായി? മൂഷിക സ്ത്രീ വീണ്ടും മൂഷിക സ്ത്രീ തന്നെയായി എന്നൊക്കെ വിഷമത്തോടെ വിശാൽ പറയുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.